കുറച്ചു പേരായിട്ട് നമ്മൾ മലയാളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലിടത്തിൽ തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽ സ്ഥാപനത്തിൻ്റെ ഉടമയും ബാക്കിയുള്ളവരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതയുടെ വിഷ്വൽസാണ്. ഒരു നായയെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് പ്ലേറ്റിലുള്ള എന്തൊക്കെയോ നക്കിപ്പിക്കുക, ചീഞ്ഞ പഴം 2-3 ദിവസം പഴക്കമുള്ള ഭക്ഷണ വസ്തുക്കൾ നക്കിപ്പിക്കുക, അങ്ങനെ കൊടും ക്രൂരത. ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് ഈ ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം ഇത്രയും വലിയ ക്രൂരത അതിൻ്റെ മുതലാളി ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നടക്കുന്ന ക്രൂരത, ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ കഴുത്തിൽ ബെൽറ്റ് ധരിപ്പിച്ച് നായ്ക്കളെ പോലെ നടത്തിച്ചു. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡാണ് സംഭവം. ഓക്കെ, അപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു ഞെട്ടലിലാണ്. ഞാൻ ആ ഞെട്ടലിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ പ്രൊഫൈൽ ഹുബൂസ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ, ഹുബൈൽ KP, ഈ വ്യക്തിയാണ് ഈ കണ്ട ഈ തെമ്മാടിത്തരം ഫുള്ള് കാണിച്ചു വെച്ചിരുന്നത് ഇവനാന്ന് പറഞ്ഞപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടി. കാരണം ടിക്ടോക്ക് മുതൽ എനിക്ക് ഇവനറിയാം. ടിക്ടോക്ക് മുതൽ കോണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിക്ക് എനിക്ക് ഈ ഹുബൂസിനെ അറിയാം. ഇവൻ ഇൻസ്റ്റാഗ്രാം, പിന്നെ ടിക്ടോക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഇങ്ങനെ കോണ്ടൻറ് ക്രിയേഷൻ, ലൈവ് വീഡിയോസ്, ലൈവ് ഇടൽ, ഈ പരിപാടിയൊക്കെ ആയിട്ട് ഇവൻ എനിക്ക് അറിയാവുന്നൊരു വ്യക്തി. പിന്നെ കുറേ ഉണ്ടായപ്പോഴത്തേക്ക് ഇവൻ്റെ വീഡിയോസ് ഒന്നുമില്ല, ഇവൻ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നിർത്തി, ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് ഇവൻ എന്തോ സ്ഥാപനം തുടങ്ങി എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ഇവനാണ് ഈ വൃത്തികേടും തെമ്മാടിത്തരും ചെയ്തേ എന്ന് അറിഞ്ഞപ്പോൾ ലിറ്ററലി കിളി മാറിയിരിക്കുകയാണ്. ഓക്കെ, ഈ ന്യൂസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഹുബൂസിൻ്റെ വീഡിയോസ്. ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്ത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇവൻ്റെ പേരിൽ തന്നെ ഒരു പീഡന പരാതിയും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് നമ്മൾ, ഈ ഒരു കേസ് വന്നപ്പോഴാണ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കാലത്ത് കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ ചൂഷണം നടക്കുന്നുവെന്നറിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനായേക്കില്ല. GPL, HPL എന്നീ ചുരുക്കപ്പേരുകളിലുള്ള സ്ഥാപനം ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നീ പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്താണ് ക്രൂരമായ തൊഴിൽ പീഡനം നടത്തുന്നത്. വർഷങ്ങളായി ഈ കമ്പനി എന്താണ് നടത്തുന്നതെന്ന് ഇവർ പറയും. ഒരവസ്ഥ ആലോചിച്ച് നോക്കി, ഇനി എന്ത് പദവി വാഗ്ദാനം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒരു വർക്ക് കൾച്ചർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു കമ്പനിക്കകത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നിങ്ങൾ എന്ത് തരം ചൂഷണമാണ് ഇവരൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ നമ്മളെയൊക്കെ വീടിൻ്റെ മുന്നിലേക്ക് ബാഗും തൂക്കി വരുന്ന ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ കാറിലിരിക്കുന്ന സമയത്ത് നമ്മളെ അടുത്തേക്കൊക്കെ ഒരു ബുക്ക്ലെറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീട്ടി വരുന്ന അവരുടെ ജോലിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇതൊക്കെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാങ്ങുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കുമെന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്ത ആളുകൾ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇമാതിരി തെണ്ടിത്തരം ചൂഷണമൊക്കെ ഇങ്ങനത്തെ ആളുകൾ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ഒറ്റ സ്ഥാപനത്തിലൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇത് ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇങ്ങനത്തെ ചൂഷണങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇവരുടെ ഒരു പേപ്പർ കട്ടിങ് ഞാൻ വായിക്കാം. ഉടൻ ജോലി SSLC +2 കഴിഞ്ഞവർക്ക് വിവിധ തസ്തികകളിലേക്ക് സ്ഥിരം നിയമനം, 12,000 മുതൽ 16,000 വരെ, താമസം ഭക്ഷണം സൗജന്യം എന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ പേപ്പർ കട്ടിങ്ങുകൾ നിങ്ങൾ കണ്ടു കാണും. ഇല്ലെങ്കിൽ പോസ്റ്റിൻ്റെ മുകളിൽ, ഓക്കെ, നാട്ടിലൊക്കെ അല്ലെങ്കിൽ കലിങ്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വണ്ടിയുടെ മുകളിലൊക്കെ ഇതേപോലുള്ള ചെറിയ ചെറിയ ഔട്ടിങ്സും കട്ടിങ്സും ഒക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഈ സംഗതി അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. ഇത് കണ്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, SSLC കഴിഞ്ഞോ +2 കഴിഞ്ഞോ ആയിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം ജോലി വേണം, എന്നാൽ വലിയ പഠിപ്പില്ല, അതുകൊണ്ട് തന്നെ വലിയൊരു ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച് ഇതേപോലെയുള്ള 12, 15, 16 സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ ജോലികൾക്കൊക്കെ പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതിൽ തന്നെ ഇപ്പം അറിയാം, നമുക്ക് പ്രീമിയം കാറ്റഗറി സെയിൽസ്മാൻ, സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളുണ്ട്. ഇത് വലിയ വലിയ സ്ഥാപനത്തിൽ വലിയ വലിയ ബ്രാൻഡിൻ്റെ അടിയിലുള്ള സെയിൽസ്മാനും സെയിൽസ് ഗേളുകളും. അവിടെ പോലും ജോലി കിട്ടാത്ത, അവിടെ പോലും ജോലിക്ക് അവസരം കിട്ടാത്ത ആളുകളാണ് ഇതേപോലെ ബാഗ് നോക്കിയിട്ട് ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് കയറി കൊടുക്കുന്നതും ഇവൻ്റെയൊക്കെ ഈ തെണ്ടിത്തരത്തിന് നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരുന്നതും. എന്താണെങ്കിലും
ഞാനിവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് ഇവിടെ നിന്ന് ഈ കൊടും ക്രൂരത അനുഭവിച്ചവർ ഏത് രീതിയിലൊക്കെയാണ് ഇവർ ചൂഷണത്തിനിരയായത് എന്നുള്ളതും ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പോവാം. പച്ചത്തറി വിളിക്കും. അതുപോലെ തന്നെയാണ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തത്ര പണിഷ്മെൻ്റാണ്. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കി തറയിലിട്ടിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം, അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ അറ്റം വരെ വേണം. ഈ ചീഞ്ഞ പഴമില്ലേ, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് വേസ്റ്റിൽ പോയേക്കണ പഴം വാങ്ങിക്കുക, അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്ക്. ആ ചീഞ്ഞ പഴം എടുത്തെണ്ണം വന്നിട്ട് അതിൻ്റെ മേളിൽ തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി കൊണ്ട് മാത്രമല്ല അടിക്കുന്നത്, വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിൻ്റെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ അല്ലെങ്കിൽ 2000 താഴെ പിടിച്ച ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം, ആണുങ്ങളുടെ പാൻറ്റോ അല്ലെങ്കിൽ അനിക്കറോ എന്താണെന്ന് വെച്ചാൽ അഴിക്കുക, ഇന്നറിലായിരിക്കും നിൽക്കണത്, പരസ്പരം അങ്ങാട്ടും പിടിച്ചോണ്ടിരിക്കും. ആ മാനേജറിനെ കൊണ്ട് ഞങ്ങളെ മൊത്തം നല്ല ചീത്ത പറയിപ്പിക്കുക. ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും അവിടുത്തെ ഹുബൈൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ കീഴിലാണെന്ന് പറയും. ഇതൊക്കെ ചെറുത്. നമ്മൾ റാഗിങ് എന്നുള്ള പേരിൽ കോളേജിലൊക്കെ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു കേൾക്കുന്ന ഒരു തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇവരിവിടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അപ്പുറത്തിരിക്കുന്ന ആളുടെ വ്യക്തിയുടെ മുഖം ഞാൻ കാണിക്കുന്നില്ല. അവൻ ഇതേപോലെ ഒരു റെപ്യൂട്ടഡ് ഫേമിൽ നിന്ന്, ഒരു വലിയ പേര് കേട്ട ഫേമിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ്. ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴാണ് ഇവൻ ഈ ന്യൂസിൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. ഇവനോട് പറയുന്നത് എന്താ അറിയോ, ഇവൻ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് ഇറങ്ങി പോരാൻ കാരണം ഇതേപോലെ നന്നയ്ക്കും പുള്ളി കേട്ടിട്ടാണ്. മനസ്സിലായോ? ഇപ്പം കേരളത്തിലേക്ക് ഒരു വർക്ക് കൾച്ചർ എന്ത് രീതിയിലുള്ള വർക്ക് കൾച്ചറാണ് ഇവിടെ ഉള്ളത്? ഈ താഴെ ജോലി ചെയ്യുന്നവർ, സെയിൽസ് ലെവലിൽ ജോലി ചെയ്യുന്നവരൊക്കെ മാനേജർ ലെവലിലുള്ളവരുടെ അടിമകളാണോ? നട്ടപ്പാതിലേക്ക് ഫോൺ വിളിക്കുക, തന്തയ്ക്കും തള്ളയ്ക്കും തെറി വിളിക്കുക, ചീത്ത പറയുക, ഏത് രീതിയിലുള്ള ചൂഷണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യാനും അന്വേഷിക്കാനും സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള മാർഗങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം ഇത് ഇന്നൊരു സാധനം ഇങ്ങനെ പുറത്തു വന്നു. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാം വലിയ പേര് കേട്ട ഒരു ഫേമോ അല്ലെങ്കിൽ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേമോ അല്ല എന്ന് പറയാം. പക്ഷേ ഇങ്ങനത്തെ റെപ്യൂട്ടഡ് ആയിട്ട് വലിയ പേര് കേട്ട ഫേമിലടക്കം ഇതിനും വലിയ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടെ മാനസിക പീഡനവും ശാരീരിക പീഡനവും എല്ലാം കൊണ്ടും ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ സംഗതികളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഇവരൊക്കെ ധൈര്യമായിട്ട് പറയുന്നൊരു കാര്യം എന്താ അറിയോ, പോലീസ് ഞങ്ങളെ പോക്കറ്റിനകത്താണ്. ഇവന്മാരെ ഏറ്റവും വലിയ ധൈര്യം അതാണ്, പോലീസ് ഞങ്ങളെ പോക്കറ്റിനകത്താണ്, കോടിക്കണക്കിന് രൂപ ഞങ്ങളെ കയ്യിലുണ്ട്, ഇവിടുത്തെ പോലീസ് ഞങ്ങളെ പോക്കറ്റിനകത്ത്. എൻഡ് ഓഫ് ദ ഡേ ഇതാണ് ഇവരുടെ വർക്കേഴ്സിനോട് പറയുന്നത്. പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇങ്ങനത്തെ സാഡിസ്റ്റ് മെൻറ്റാലിറ്റിയുള്ള മാനേജർ ലെവലിലോ അല്ലെങ്കിൽ ഓണേഴ്സോ എന്ത് ചെയ്യുക, ഇവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യുക. ഈ ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ടായി. ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 മാസം സീനിയർ ആയിട്ടുള്ള ഒരു ട്രെയിനിക്ക് 2000 ടാർഗറ്റ്. ഇതാണ് അവൻ്റെ ജ്യൂസ്. പിന്നെ 2500 അത് അവൻ്റെ ജ്യൂസ്. ഒരു 3000 3500 അങ്ങനെ പോകും. ഇപ്പോൾ ഈ 2000 ജ്യൂസുള്ളവന് അവിടുന്ന് വോയിസ് ഉണ്ടാവും, എല്ലാവരുടെയും മുമ്പിൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ 2 മിനിറ്റ് സംസാരത്തിൽ അവൻ എന്തൊക്കെയാണ് ഫീൽഡിൽ പോയിട്ട് എങ്ങനെയാണ് ബിസിനസ് പിടിച്ചത് എന്നുള്ളത് ഒരു ചെറിയൊരു ലഘുലേഖനായിട്ട് പറയാം. പിന്നെ ഉള്ളത് ഇമ്പാക്റ്റ് എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ 2-3 ടീമായിട്ട് നിർത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് എതിർ ടീമിനെ എന്ത് വേണമെങ്കിലും ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എതിർ ടീമിൻ്റെ മനസ്സിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ 2 മിനിറ്റ് എതിർ ടീമുള്ള ചങ്ങായി മിണ്ടാണ്ട് നിന്ന് കേട്ടല്ലോ, തന്തക്ക് വിളിച്ചാൽ പോലും മിണ്ടാണ്ട് നിന്ന് കേട്ടോണം. അവന് വോയിസ് പറയണമെങ്കിൽ ജ്യൂസ് അടിക്കണം. അവൻ്റെ ടാർഗറ്റ് അവൻ പിടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് തിരിച്ച് വോയിസ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു കോമ്പറ്റീഷൻ എന്ന നിലയിലാണ് ചെയ്യുന്നത്. ഫീൽഡിൽ പോകുന്ന നമ്മൾ സ്വന്തം പേഴ്സണൽ ഫോണൊന്നും തരില്ല. ഇപ്പോൾ ഓഫീസിൽ നിന്നാണെങ്കിലും ഒരു ചെറിയൊരു ഫോൺ പോലും നമുക്ക് തരുന്നില്ല. കാലത്ത് 5 മണിക്ക് എഴുന്നേൽക്കണം, 7 മണിക്കകം സർക്കിളിലെത്തണം. എന്താണ് ഈ സർക്കിൾ? റൗണ്ടിൽ എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ കൈമുട്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ലാസ് എടുത്ത് അത് തലേ ദിവസത്തെ സെയിലിനനുസരിച്ച് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്ത ആളാണ് സർക്കിൾ വിളിക്കുക. ആ സർക്കിൾ വിളിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ മാനേജേഴ്സിൻ്റെ ഒരു നീണ്ട ക്ലാസ് ആയിരിക്കും. ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനടുത്തോളം നീണ്ട ക്ലാസ് ആയിരിക്കും. ഇരിക്കാനൊന്നും പറ്റത്തില്ല, നിന്ന് ക്ലാസ് കേട്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു 21 ദിവസം നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൈൻഡിൽ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. അതാണ് ഇവരെ മെയിനായിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. പക്ക ബ്രെയിൻ വാഷിംഗ് ആണ് അവിടെ നടക്കുന്നത്. മെയിനായിട്ട് മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികളെ നോക്കി അവർ എടുക്കും. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദ്യം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇപ്പോൾ ഇന്ന കാറ്റഗറി നേരുന്ന ആളാണ്, ഇന്ന രീതിയിലാണ് ഇവനോട് സംസാരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അവൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവനെ പിടിച്ചു നിൽപ്പിക്കലാണ്. പിന്നെ വിചാരണയാണ്. നിബന്ധനകൾ ഏറെയുണ്ട്. ഞാൻ കേട്ട് കേൾവി പോലും എനിക്ക് കണ്ടിട്ട് തന്നെ ഞെട്ടലാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ജ്യൂസ്, സർക്കിള്, ഇമ്പാക്റ്റ്, എന്ത് രീതിയിലുള്ള വർക്ക് കൾച്ചറാണ് ഇവനൊക്കെ ഇത് കൂടി കൊണ്ടുവരാൻ നോക്കിയെന്നുള്ളതാണ്. ഇത്രയും പേര് കഷ്ടപ്പാട് കൊണ്ടായിരിക്കും ഇവിടെ ഇവന്മാർ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരുന്നത്. കഷ്ടപ്പാട്. ഇവർ പറഞ്ഞതന്നെ കേട്ടല്ലോ, ഏറ്റവും എന്താ പറയുക സോഫ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള, വീട്ടിൽ ചോദിക്കാനും പറയാനും ഇല്ലാത്ത, അല്ലെങ്കിൽ വീട്ടിൽ ഒന്നും ഇല്ലായ്മയിൽ നിൽക്കുന്ന ആളുകളെ അവരെ വിളിച്ച്, നമ്മളെ നാട്ടിലെ തൊഴിലില്ലായ്മയോട് വരുന്ന പ്രശ്നങ്ങളാട്ടോ ഇവനെ പോലുള്ളവരുടെ അടുത്ത് പോയിട്ട് തലവെച്ച് കൊടുക്കേണ്ടത്. നമ്മളെ നാട്ടിൽ തൊഴിലില്ല, പുതിയൊരു വെഞ്ചർ വരുന്നില്ല, ഒരു ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഇത് പൂട്ടിക്കാൻ 100 ആളാണ്. തൊഴിലില്ലായ്മയുടെ ഏറ്റവും എക്സ്ട്രീമിൽ പോകുമ്പോഴാണ് ഇവരൊക്കെ എന്ത് പണിയെടുക്കാം, ഏത് രീതിയിൽ ആരെ ചൂഷണത്തിനും നിന്ന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെയൊക്കെ വായിൽ പോയി കയറി കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ജ്യൂസ് കിട്ടും. എന്നിട്ട് വട്ടത്തിൽ നിന്നിട്ട് ഒരു കമ്പനിക്കകത്ത് തന്നെ ടീം സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാക്കിക്കുക. ഇപ്പം ക്രിക്കറ്റിലൊക്കെ ഞാൻ കാണിക്കും, എനിക്ക് ക്രിക്കറ്റ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. നമ്മൾ സ്ലെഡ്ജ് ചെയ്യും, ഓപ്പോസിറ്റ് ടീമിന് അങ്ങോട്ടും ഇങ്ങോട്ടും കളി നടക്കുമ്പോൾ സ്ലെഡ്ജ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മച്ചാന്ന് കെട്ടിപ്പിടിച്ച് പോകും നമ്മൾ. കാരണം ഗ്രൗണ്ടിൽ അതായിരിക്കും, സ്ലെഡ്ജിങ് ആയിരിക്കും. ഇതൊരു വർക്ക് പ്ലേസിൽ തന്നെ ഇത് 2 ടീമായി തിരിച്ചിട്ട് തമ്മിൽ തന്തയ്ക്കും തള്ളും. ജ്യൂസ് ഉള്ളവന് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ബാക്കിയുള്ള ഉണ്ടായിരുന്നു തെറി കേട്ടുകൊണ്ടിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് സർക്കിൾ കളിക്കുമ്പോൾ ഇത് എവിടുത്തെ ഒരു തരം വർക്ക് കൾച്ചറാണ് ഈ സംഗതി കൊണ്ടുവന്ന് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് ബിൽഡ് ചെയ്തവൻ എത്രത്തോളം സാഡിസ്റ്റാണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇത് ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ കമ്പനിക്കകത്ത് ഇപ്പോൾ കോമ്പറ്റീഷൻ കൂട്ടാനാണെങ്കിൽ എന്ത് മാങ്ങാണ്ടിക്കാണെന്നുണ്ടെങ്കിലും ഈ തരം ഒരു കമ്പനിക്കകത്ത് ഉള്ളവരെ തമ്മിലടുപ്പിച്ച് അവർ തമ്മിൽ കോമ്പറ്റീഷൻ കൂട്ടിയിട്ട് ഈ പാവങ്ങളെ ചൂഷണം ചെയ്ത് ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ റോട്ട് കൂടി ചാട്ടയിലടിച്ചിട്ടാണ് കൊണ്ടുപോകേണ്ടത്. ഓരോരുത്തർക്ക് ഓരോ ടാർഗറ്റ് ഉണ്ട്. 3000 ബിസിനസ് ഇല്ലാത്തവർക്ക് ഫോൺ കൊടുക്കില്ല. ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് വന്ന പയ്യനാണെങ്കിൽ അവന് 2000 ബിസിനസ്സാണ് എങ്കിലേ സ്വന്തം ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കും. വീട്ടിൽ വരെ വിളിക്കണമെങ്കിൽ മാനേജറിൻ്റെ ഫോണിൽ വിളിക്കേണ്ടി വരും. ഫോൺ തരുന്ന സമയത്ത് ഇപ്പോൾ പുതിയ പയ്യനൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1 വീക്ക്, 1 മാസം, 2 മാസം എന്നുള്ള പയ്യനാണെങ്കിൽ നമ്മൾ പയ്യൻ്റെ അടുത്ത് ഒരു സീനിയർ ട്രെയിനി എപ്പോഴും കൂടെ ഉണ്ടാവും. അവൻ എന്താണ് വീട്ടിൽ പറയുന്നത്, അവൻ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കേണ്ടിയിട്ട്, അവൻ ആരൊക്കെ വിളിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ ട്രെയിനി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു മാനേജർ നമ്മളെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, നമ്മൾ എവിടെ പോകുന്നത് ഒക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. ഈ 7:45 നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത് പിറ്റേ ദിവസം 9 മണിക്ക് രാവിലത്തെ സർക്കിളും ക്ലാസ്സും ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ. ശേഷം ബാഗും തൂക്കിയിറങ്ങുന്ന കാഴ്ചയാണിത്. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനം എടുത്തിട്ട് സെയിലിന് പോവാം. ഓരോ മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ മാനേജറിനെ കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്തവർക്ക് ഫൈൻ വേറെയും വരുന്നുണ്ട്. ചില കുട്ടികളുണ്ടാവില്ലോ, ഇപ്പോൾ ഒന്നും വിൽക്കാതെ റെസ്റ്റ് എടുക്കുന്ന കുട്ടികളുണ്ടാവില്ലോ, അപ്പോൾ അവർ പിടിക്കേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ മണിക്കൂർ കഴിഞ്ഞിട്ട് വിറ്റിൽ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇറങ്ങി, എനിക്കിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊന്നും പോയില്ല. അപ്പോൾ അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും പോയില്ലെങ്കിൽ അവർ ശകാരിക്കും. നീ എന്താ കളിക്കുന്നത്, നീ എന്താ അങ്ങനെ ആക്കുന്നത്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. ഇതിനാണ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചില്ലെങ്കിൽ 100 രൂപ വെച്ച് കട്ട് ചെയ്യും നമ്മളടുത്ത്. സാധനം വിറ്റാൽ മാത്രം അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കണം. 800 ഏജന്റുമാരെയാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്, ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി എന്നീ കമ്പനി കേരളമാകെ നിയോഗിച്ചിട്ടുള്ളതെന്ന് പ്രൊപ്പറേറ്റർ ജോയ് ജോസഫ് പറയുന്നു. കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ 65 കോടിയാണത്രേ. 1.28 കോടി രൂപ പരസ്യത്തിനും മാത്രമായി ചെലവഴിക്കുന്നുവെന്നും ജോയ് ജോസഫ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HPL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ജോയ് ജോസഫ് എന്ന് പറഞ്ഞാൽ അതാണ് MD. അപ്പം ആ പുള്ളി രണ്ടിലാണ് ഈ ഹുബൈൽ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്. ഹുബൈൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഏജൻറ്റ് മാത്രമെന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞത്. കാരണം അത് നമ്മളെ ഈ ജോയ് ജോസഫ് എന്ന് പറഞ്ഞ ആളിൻ്റെ നിന്ന് പ്രോഡക്റ്റ് എടുക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ആ ഒരു ബന്ധം മാത്രമാണ്. പക്ഷേ മിക്ക പ്രൊമോഷനും ഈ ജോയ് ജോസഫ് എന്ന് പറഞ്ഞ ആൾ നമ്മളോട് ബ്രാഞ്ചിലോട് വന്നിട്ടുണ്ട്. വന്ന് ഒരുപാട് മോട്ടിവേഷൻ വാക്കുകളും, പുള്ളിക്ക് 16 കോടിൻ്റെ വീടുണ്ട്, അതുകൊണ്ട് എന്നാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അതായത് ക്യാഷിൻ്റെ പുറത്ത് എന്തുവേണോ നേടാം എന്നുള്ള സംസാരങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചു നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ അധികം ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിരുന്ന് ഫ്രണ്ട്സിനൊപ്പം സംസാരിക്കുമ്പോൾ ഇതേപോലെ ബാഗ് നോക്കിയിട്ട് ഒരുപാട് കുട്ടികൾ വരും. ചിലരൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും. നമ്മൾ ആവശ്യം ഉണ്ടായിട്ടൊന്നും നമ്മൾ മേടിക്കും. പക്ഷേ ഇവരുടെയൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ ടു ബി ഹോണസ്റ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി ഞാൻ ചോദിക്കും. ഇനി ഇതേപോലെ വരുന്ന ഏതൊരു വ്യക്തിയെ കണ്ടാലും നിങ്ങൾ എന്തിൽ വർക്ക് ചെയ്യുന്നു, എന്താണ് അവിടുത്തെ വർക്ക് കൾച്ചർ, നിങ്ങൾ ഓക്കെ ആണോ ചോദിച്ചേ പറ്റുള്ളൂ. നമ്മളെ സൊസൈറ്റിയിൽ നമുക്കറിയാലോ, ഇപ്പോൾ
ഞാൻ ഈ യൂട്യൂബിലേക്ക് വരാൻ തന്നെയുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരാളുടെ കീഴിൽ ജോലി എടുക്കുക അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് കേട്ട് ജോലി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്, എനിക്ക് നടക്കാത്ത ഒരു കാര്യം. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നല്ല കമ്പനീസിൽ നമ്മൾ നല്ല അഡ്വൈസൊക്കെ തന്ന് നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു എൻ്റെ വൈഫ് MNCയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവളുടെ ഒരു ആംബിയൻസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെയൊക്കെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയീസ് വരുന്നത് എങ്ങനെയാണ്, കമ്പനി ആ എംപ്ലോയീസിനെ അത്രയും മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ നടക്കൂ. ഇത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരിൽ നിന്നും മാറി മൃഗങ്ങളെ പോലെ ഒരു കമ്പനിയിലെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരിഞ്ഞ് കച്ചവടം നടത്തണ്ട കേരളത്തിൽ. ഞാൻ പറയുമ്പോൾ അതാ, നാട്ടുകാർ ഒന്നടങ്കം, ഇതിൽ പാർട്ടി ജാതി മുതൽ നാട്ടുകാർ ഒന്നടങ്കം കയറിയിട്ട് ഇവന്മാരെ അങ്ങോട്ട് ഇവന്മാരിഞ്ഞ് കച്ചവടത്തേക്ക് അറിയും. ഇവന്മാർ കേരളത്തിൽ ഇനി കച്ചവടം ചെയ്യണ്ട, ആ രീതിയിലാക്കണം കാര്യങ്ങൾ. കാരണം കണ്ടിട്ട് സഹിക്കുന്നില്ലേ ഒരുത്തൻ്റെ ആ നടന്നു പോകുന്നതിൻ്റെ അവസ്ഥ നമുക്കറിയാം. മുട്ടുകുത്തി കാലിലഴിഞ്ഞ് നായെ പോലെ നടക്കുന്ന ഒരു ഗതികേട് ഒരുത്തന് വരണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈഫിൽ അവൻ അത് വേണമെന്നുള്ള അത്രയും ആഗ്രഹം, ആ ആഗ്രഹം ചൂഷണം ചെയ്തുകൊണ്ട് ഇവൻ ഇത് വീണ്ടും വീണ്ടും ഈ തെണ്ടിത്തരം ഇവന്മാർ ഈ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ അത് പാവപ്പെട്ട ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുത്തു, അല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ നീ നിന്ന് കൊടുത്തിട്ടുള്ള ചോദ്യം ചിലപ്പോൾ ഇവർക്ക് എതിരെ വരാം, നിങ്ങൾ നിന്ന് കൊടുത്തിട്ടല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ഒരാളും സഹായിക്കാനില്ല, പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, ഇനി എന്ത് ചെയ്യുന്ന അന്തം വിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഒരു ജോലി എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന കാര്യമായിരിക്കും ഇതൊക്കെ. വല്ല 5000, 6000, 4000 രൂപയ്ക്കായിരിക്കും ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. മുഴുവൻ പട്ടിണിയായിരിക്കും ചില സമയത്ത്. അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടട്ടെ. ഇതൊന്നും ആരും കാണാനും കേൾക്കാനും പോകുന്നില്ലല്ലോ. നമ്മളെ കമ്പനിക്കകത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചിട്ട് അവിടെ അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെറ്റകൾ ഇമാതിരി പരിപാടി കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നൊക്കെ ഉണ്ടാക്കിയത് നക്കിയാൽ തിന്ന കുറ്റങ്ങൾക്ക് മുതലാവും. എൻ്റെ കുടുംബത്തിലും കൂട്ടക്കാർക്കും ഇതൊക്കെ നടക്കൂടെ ഇതൊക്കെ. നമ്മുടെ MD എന്ന് പറയുന്നത് ജോയി ജോസഫാണ്. ജോയി ജോസഫാണ് എനിക്ക് പ്രൊമോഷനും തന്നത്. 6 മാസം നല്ല ട്രെയിനിങ് ആയിട്ട് ഞാൻ ഏകദേശം 1 കൊല്ലം 6 മാസത്തിൻ്റെ അടുത്ത് ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. കൊച്ചി കലൂർ കേന്ദ്രമാക്കി സംസ്ഥാനത്ത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് ഓഫീസിന്റെ പ്രവർത്തനം. പത്രപരസ്യം കണ്ടു ചെല്ലുന്ന കുട്ടികൾക്ക് ഇന്റർവ്യൂ എടുക്കുന്ന അന്ന് തന്നെ ജോലി ലഭിക്കും. 10,000 രൂപയാണ് ആദ്യ മാസങ്ങളിൽ ഇൻസെന്റീവായി ലഭിക്കുകയെന്നാണ് ഉദ്യോഗാർത്ഥികളോട് പറയുക. പിന്നീട് നടക്കുന്നതാണ് അവർ ഇതുവരെ പറഞ്ഞത്. തീർന്നില്ല. ഇപ്പോൾ ടീമായിട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫീസായിട്ട് കോമ്പറ്റീഷൻ. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും വൃത്തികെട്ട പരിപാടി നടക്കുക. ഇപ്പോൾ ആൺകുട്ടികളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളെ കൊണ്ട് മീശ താടി മുട്ട വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ കൊണ്ടാണെങ്കിൽ ആൺകുട്ടികളുടെ ജെട്ടി ഇടിപ്പിക്കും സ്ത്രീകളെ കൊണ്ട്. പിന്നെ നായിൻ്റെ കോളം കഴുത്തിൽ ബെൽറ്റ് ഇടിപ്പിച്ച് നടത്തിക്കും. പിന്നെ പാത്രത്തിൽ ഉപ്പ് കലക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് അത് നക്കിപ്പിക്കും. പിന്നെ പൈസ ഉരുട്ടിയിട്ടിട്ട് അത് നക്കി തറയിൽ കൂടെ നക്കി കൊണ്ടുവരാൻ പറയും. അങ്ങനെ എത്രത്തോളം ഒരു മനുഷ്യനെ എത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ പറ്റും അത്രയും അവിടെ ചെയ്യും. മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഇല്ലാത്ത ആൾക്കാരെ സെപ്പറേറ്റ് കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല തല്ലും. ഞാൻ അതൊക്കെ പേടിച്ചിട്ട് ഞാൻ ബിസിനസ് ചെയ്ത ഒരാളാണ്. നല്ല അടിക്കും. അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കൂസ് കഴുകാൻ, കിച്ചൺ ക്ലീൻ ചെയ്യാൻ, ഇതൊക്കെയാണ് പിന്നെ അവർക്ക് കൊടുക്കുന്നത്. ഒരു 12 മണി 1 മണി 2 മണി വരെയൊക്കെ ഇവരെ കൊണ്ട് ഇങ്ങനെ വർക്ക് അടിപ്പിക്കും. ഒരാഴ്ച കണ്ടിന്യൂസ് റിസൾട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ സീനിയർ മാനേജർ വന്നിട്ട് ഡയറക്റ്റ് വന്ന് കൈകാര്യം ചെയ്യും. അടിച്ച് പല്ലിന്ന് ചോരയൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന കമ്പനിയുടെ പ്രൊപ്പറേറ്റർ മാത്രമാണ് താനെന്ന് ജോയ് ജോസഫ് പറയുന്നു. പക്ഷേ പ്രമോഷൻ അടക്കമുള്ള എല്ലാ മീറ്റിങ്ങുകളിലും ജോയ് ജോസഫിന്റെ സാന്നിധ്യവും ഉണ്ടാകും. എന്താ കേട്ടിട്ട് തന്നെ മനുഷ്യന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. ഇത്രയൊക്കെ ചെറ്റത്തരം മനുഷ്യന്മാരെ കൊണ്ട് കാണിക്കാൻ പറ്റൂടെ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എങ്ങനെ സാധിക്കുന്നു എന്ന് ഇവന്മാരെ കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ടിക്ടോക്കിലൊക്കെയാണ് ഇവനെ പരിചയം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്. പിന്നെ അവൻ വാനിഷ് മോഡാണ്. ഇന്നിപ്പോൾ ഈ ഒരു കേസ് പുറത്തേക്ക് പൊന്തി വന്നപ്പോഴാണ് ഇവൻ്റെ കമ്പനിയാണ് ഇത് എന്നുള്ളതും ഇവനൊക്കെ ഇൻവോൾവ് ആയിട്ടാണ് ഈ തെണ്ടിത്തരവും ചെറ്റത്തരമൊക്കെ കാണിച്ചിട്ടുള്ളതെന്നൊക്കെ അറിയുന്ന സമയത്തുണ്ടല്ലോ, ഇവനൊക്കെ ഇനി പുറത്തുനിന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവനോടൊക്കെ 10 പറയാനും ചോദിക്കാനും ഉണ്ട്. നാണോ മാനവും ഇതിന് ഒരു മനുഷ്യന്മാരെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം കൂടി വേണം. സഹജീവികളോടും കൂടി കുറച്ചൊക്കെ കാണിക്കണം. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിനകത്ത് ഏറ്റവും ബേസിക് നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ലൈഫിൽ ജോലി അത്രയും എന്താ പറയുക, അവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ ദൈവമാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ കാണുന്ന ആളുകളെ കൈ കിട്ടുമ്പോൾ അവരെ കൊണ്ട് ഈ ചെറ്റ പരിപാടികൾ കഴിക്കുന്ന പണിയുണ്ടല്ലോ, ഇതൊക്കെ
സത്യം പറഞ്ഞാൽ ഇത് ഇപ്പോഴെങ്കിലും പുറത്ത് വന്നത് നന്നായി. കാരണം ഇവനെപ്പോലുള്ളവരൊക്കെ എക്സ്പോസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് പിന്നാലെ പോയപ്പോഴാണ് ഇവനെക്കുറിച്ച്, ഈ ഹുബൈസിനെ കുറിച്ചിട്ട് മാർക്കറ്റിംഗ് ജോലിയുടെ മറവിൽ പെൺകുട്ടികളെ ലൈംഗിക ആക്രമണത്തിന് ഇരയാക്കി യുവാവ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഞാൻ കാണാനിടയായത്. ഓക്കെ, ഇത് ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡിൻ്റെ പെരുമ്പാവൂർ ഓഫീസ് മുമ്പും പീഡനം നടന്നിട്ടുള്ളതായി വിവരം. യുവതിയുടെ പരാതിയിൽ തൊഴിലുടമയെ ഉബൈസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതായിരുന്നു കേസ്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു പോലീസ് നടപടി. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വൻതുക നൽകാമായിരുന്നായിരുന്നു വാഗ്ദാനം. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്ന പേരിലുണ്ടായ പീഡനമാണ് മറ്റൊന്ന്. കഴിഞ്ഞ മാസവും തൊഴിൽ പീഡനം സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയിരുന്നു. സ്ഥാപനം വിട്ട 4 യുവാക്കളാണ് പോലീസ് പരാതി നൽകിയത്. ഇതിൽ കേസെടുത്തില്ല. പോലീസുകാർ, അപ്പോൾ ഇവൻ്റെയൊക്കെ ധൈര്യം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മളെ നാട്ടിലെ പോലീസുകാർ, ഞാൻ എല്ലാ പോലീസുകാരെയും പറയുന്നില്ല, അപ്പം ചില പോലീസുകാരും ചില പോലീസ് സ്റ്റേഷനും നല്ല രീതിയിൽ ഇവന്മാരുടെ പൈസ വാങ്ങി നക്കി ജീവിക്കുന്നവന്മാരുണ്ട്. അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇത് പോലീസ് കേസ് കൃത്യമായിട്ട് ഇവനെതിരെ പോലീസ് കേസ് പെൺകുട്ടികളടക്കം അവിടെ ജോലി വിട്ട ആളുകളടക്കം ഈ സ്ഥാപനത്തിനെ കുറിച്ചും ഈ വ്യക്തിയെക്കുറിച്ചും പരാതി നൽകിയിട്ട് ഇന്ന് ഇതേപോലെ മീഡിയയിൽ ഒരു വീഡിയോ പുറത്ത് വരേണ്ട അവസ്ഥ വന്നു പോലീസുകാർക്ക് ഇനി തിരിഞ്ഞ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലേ? ഇവൻ്റെ എതിരെ വന്ന ആ മാസങ്ങൾക്ക് മുമ്പുള്ള കേസ് കേട്ടോ. റിമാൻഡ് ചെയ്തു. പെരുമ്പാവൂർ പോലീസിന് കൃത്യമായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെരുമ്പാവൂർ പോലീസ് ഇത് കൃത്യമായിട്ട് ഇതേ സ്ഥാപനത്തിൽ കയറിയിട്ട് പേപ്പർ പോലും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിനകത്ത് കയറി അന്വേഷിച്ചിട്ട് ഈ ചെറ്റത്തരവും തെണ്ടിത്തരവും ചെയ്ത ഇവന്മാരെ പോലുള്ള ആളുകളെ അന്ന് തന്നെ ഇവർക്കിത് പിടിച്ച് എക്സ്പോസ് ചെയ്ത് വിടേണ്ട പരിപാടിയാണ് ഇത്. അതിന് പകരം പരാതി നൽകിയിട്ടും നടപടി എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലീസുകാരുടെ കൂട്ടത്തിൽ തന്നെ കുറേ ആൾക്കാർ ഇവരെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നക്കിയിരുന്നിട്ട് ഈ പരിപാടി കാണിച്ചില്ല എന്നല്ലേ പൊതുജനം വിചാരിക്കുള്ളൂ. കാരണം ആ വിഷ്വൽസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത്രത്തോളം ദേഷ്യമാണ് വരുന്നത്. ഒരു നടപടിയും പോലീസിന് ഇതിനു മുമ്പ് ഈ ഒരു വ്യക്തിക്കെതിരെ, ഈ ഉബൈസ് എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ എതിരെ കേസ് വന്നിട്ട് പോലും, നിങ്ങൾക്ക് ആ സ്ഥാപനത്തിനെതിരെ കേസ് വന്നിട്ട് പോലും നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കേസാണ് വന്നു, ദൃശ്യങ്ങൾ പുറത്ത് വന്നോട് കൂടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ചാടി ഇറങ്ങി, നിങ്ങൾ ആക്ട് ചെയ്തു. എന്താല്ലേ അവസ്ഥ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും എന്താ പറയുക മോശമായ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഇതേപോലുള്ള ചെറ്റകളെ ഒരു കാലത്തും സൊസൈറ്റി ഒന്നും തൊടിയിക്കാൻ പാടില്ല. ഇവന്മാരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സൊസൈറ്റി എക്സ്പോസ്ഡ് ആക്കി കാണിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇവനെ എനിക്കറിയാമെന്നുള്ളത് ഞാൻ തുറന്നു പറയുകയാണ്. ഇനി ഇവനെ എവിടുന്നെങ്കിലും ഞാൻ എൻ്റെ കണ്ണിലോ എൻ്റെ കൺവട്ടത്തോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും രീതിക്കോ ഞാൻ ഇവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ചോദിക്കാനും പറയാനുണ്ട്. കാരണം അത്രത്തോളം ഉണ്ട് ആ ഒരു വിഷ്വൽസ്. ഭയങ്കരമായിട്ട് നമുക്ക് കൊള്ളുന്ന വിഷ്വൽസാണ്. കാരണം നമ്മളെയൊക്കെ അറിവിലുള്ള ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ ഈ പല സ്ഥാപനത്തിലും. ഇപ്പോൾ ഒന്നും വേണ്ട, എൻ്റെ അപ്പുറത്തിരുന്ന് ഇവൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്ര കാലം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവൻ ഇന്ന് ഈ വിഷ്വൽസ് കാണുമ്പോൾ അവൻ പറയുന്നത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യൻ എന്നുള്ളതായിരിക്കും ഒരു മനുഷ്യനുള്ള കൺസിഡറേഷൻ. അത് പോട്ടെ, കോമ്പറ്റീഷൻ ഉണ്ടാവും ജോലീൻ്റെ ഇടയിൽ. പക്ഷേ ഇങ്ങനത്തോളം നീചമായിട്ടുള്ള പ്രവർത്തികൾ ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സീനാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാണെന്ന് പറഞ്ഞ് നമ്മളെ അടുത്ത് വരുന്ന ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഇനി മുതൽ ചോദിക്കും, ഉറപ്പാണ്. കാരണം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇവരുടെയൊക്കെ അവസ്ഥ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണെങ്കിൽ കൊള്ളാം. പോലീസുകാർ ഇനിയെങ്കിലും ശിവൻകുട്ടി സാർ, നിങ്ങളൊക്കെ ആണല്ലോ ഇതിൻ്റെ മന്ത്രിയായിട്ടിരിക്കുന്നത്, വല്ലതും നടത്താൻ പറ്റുന്നെങ്കിൽ നടത്ത്. ഇമാരൊന്നും ഇനി പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇവിടുത്തെ അവസ്ഥയാണ്. കാരണം പോലീസിന് കേസ് കിട്ടിയിട്ട് പോലീസ് ഒന്നും ചെയ്യാതിരുന്നൊരവസ്ഥയൊക്കെ ഇപ്പോഴാണല്ലോ ഈ ക്രൂര ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണല്ലോ പോലീസൊക്കെ ആക്ട് ചെയ്യുന്നത്. നിങ്ങളൊരു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി, തൊഴിൽ ചെയ്യുന്നവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള പാർട്ടി, തൊഴിലാളികളുടെ പാർട്ടിയാണല്ലോ. തൊഴിലാളികളെയാണ് ഇവന്മാർ ഈ ഇട്ട് നായെപ്പോലെ ബെൽറ്റിട്ട് കൊണ്ടുപോയി പാത്രം നക്കിക്കുകയൊക്കെ ചെയ്തത്. നിങ്ങളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യ്, അല്ല എന്ത് പറയാൻ.